തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. കേരളത്തിലെ കനത്ത പരാജയം ഉൾപ്പെടെ വിലയിരുത്തുകയാണ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അജണ്ട. ഇന്നത്തെ യോഗത്തിൽ പക്ഷേ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഉയർന്ന വിമർശനങ്ങളും ചർച്ചയായേക്കും. കൂടുതൽ കാര്യങ്ങൾ പറയാൻ ശരത് ലാൽ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് തത്സമയം. ശരത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വിഷയം, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് തോൽവിയൊക്കെ ഇതിനു മുൻപ് ചേർന്ന PB വളരെ വിശദമായി വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഈ വിഷയത്തിൽ, അതായത് തോൽവിയുടെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ലോക്കൽ കമ്മിറ്റി തലത്തിൽ പോലും പ്രാദേശിക തലത്തിൽ പോലും ആഴത്തിൽ ചർച്ചകൾ നടത്തണമെന്ന് നിർദ്ദേശങ്ങൾ വന്നിരുന്നു. ആ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് എത്തി. ഇവിടെ ചർച്ചകൾ നടക്കുകയാണ്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ CC ചേരുന്നതും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? മനസ്സിലാക്കിയിടത്തോളം പിണറായി വിജയൻ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. മറ്റൊന്ന്, ഈ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ PBയിൽ തന്നെ ചില അംഗങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പം അക്കാര്യങ്ങൾ ഇന്ന് CCയിലും ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ ശരത്ത്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെയാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ കാര്യം. പോളിറ്റ് ബ്യൂറോയിലെ വോട്ടെടുപ്പോട് കൂടിയാണ്, അഭിപ്രായ വോട്ടെടുപ്പോട് കൂടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം LDFൻ്റെത് പിണറായി വിജയന് ലഭിച്ചത്. ഇതടക്കമുള്ള ചർച്ചകൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല. അതേസമയം MV ഗോവിന്ദനും അതേപോലെ തന്നെ കേരളത്തിലുള്ള മറ്റു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും യോഗത്തിനെത്തിയിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലാണ് പിണറായി വിജയൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത്. അദ്ദേഹം നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും. തുടരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും നാളെ മുതൽ എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്പം മുമ്പ് സേതുലക്ഷ്മി ചോദിച്ചത്. എന്തായിരിക്കും കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകൾ? കേരളത്തിൻ്റെ ഇത്രയും കനത്ത പരാജയത്തെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി എന്താണ് വിലയിരുത്തുക? അതിന് പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്ന ഉത്തരം, കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോയും അതുപോലെ നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകരിച്ച തോൽവിക്കുള്ള കാരണങ്ങൾ കേന്ദ്ര കമ്മിറ്റി സസൂക്ഷ്മം പരിശോധിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ നടന്ന ഫ്രാക്ഷൻ യോഗത്തിൽ, അതായത് പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം SRP എന്നുള്ള രാമേന്ദ്രപിള്ള, കേരളത്തിലെ ചുമതലയുള്ള പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ, ഇവർ കേരളത്തെക്കുറിച്ചൊരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ യോഗം ചേർന്നാണ് ഈ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധമായ റിപ്പോർട്ടാണെന്നാണ് ഇത് സംബന്ധിച്ച് നമുക്ക് നൽകുന്ന സൂചന. ഇതിൽ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാം. ഈ റിപ്പോർട്ടുമല്ലായിരിക്കും ഇന്നത്തെ ചർച്ച. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം, അതേപോലെ തന്നെ സംസ്ഥാന സമിതിയുടെ ചർച്ചകളുടെ ഒരു കൂട്ടായ ഒരു തീരുമാനത്തിലുണ്ടായ ഒരു റിപ്പോർട്ടുമാണ്. ഈ അടിസ്ഥാനത്തിൽ ഈ ചർച്ചകൾ ഇന്ന് ഏതായാലും കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീലക്ഷ്മി.